ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കലഹത്തിലും ഭിന്നതയിലും കഴിയുന്നവർക്ക് വീണ്ടെടുപ്പിൻ്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിവരവിൻ്റെ ബലം കുരിശാണ്. കലഹം, ശത്രുത, വിദ്വേഷം, വെറുപ്പ്, പക ഇവയോടുകൂടെ ജീവിക്കുന്നവർക്കൊക്കെ ഒന്ന് മടങ്ങി വരാനായിട്ട് കുരിശവരെ ചേർത്ത് പിടിക്കുക. കല്ലെറിയുന്നവനോടും അപരാധങ്ങൾ ചാർത്തിയവനോടും ജീവിതത്തിൽ അവരന് വേണ്ടി അർപ്പിതമാകാൻ ആഗ്രഹത്തോടെ ആയിരിക്കുമ്പോഴും അതിനെ സ്വാർത്ഥതയെന്ന് വിളിക്കുന്നവനോടും ഉപേക്ഷിക്കില്ല എന്നുറപ്പുണ്ടായ ഇടങ്ങൾ പോലും ഉപേക്ഷിച്ച് കടന്നു പോകുന്ന അനുഭവങ്ങളോടും ക്രിസ്തു സ്വീകരിച്ച നിലപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. കുരിശിൻ്റെ വെരുമാറിൽ കടന്ന് പിതാവേ, ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ആത്മബലം പ്രദാനം ചെയ്യുന്ന കുരിശിനെ നോമ്പുകാലത്തെ നമുക്കൊന്ന് പ്രണയിക്കാം. ജീവിതയാത്രയിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, കലഹത്തിൻ്റെ, ശത്രുതയുടെ പകരം വീട്ടുന്ന മനസ്സിൻ്റെ ഭാവങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് അവയോടൊക്കെ അകലം പാലിച്ചിട്ട് കുരിശിൻ്റെ സർവം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകുന്ന, അറിയാത്ത അപരാധങ്ങൾ പൊറുക്കണയെന്ന് പ്രാർത്ഥിക്കുന്ന ചൈതന്യത്തിലേക്ക് വളരാൻ നോമ്പ് കുരിശ് കരുത്താവട്ടെ. സ്വയേ കുരിശിലേക്ക് നോക്കി വിദ്വേഷത്തെ, വെറുപ്പിനെ, കലഹത്തെ, ഭിന്നതയെ അകലത്തിൽ നിർത്താൻ അഭിഷേകം തരണേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.